കോവിഡ് ഭീഷണി ഒഴിഞ്ഞുമാറാത്ത സാഹചര്യത്തിലാണ് ലോകം ഒരു പരിസ്ഥിതി ദിനം കൂടി ആചരിക്കുന്നത്. വെള്ളപ്പൊക്കം, വൈറസുകളുടെ വ്യാപനം എന്നിവയ്ക്ക് പരിസ്ഥിതിയുമായി ബന്ധമുള്ളതിനാൽ തന്നെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെ. നമുക്ക് തീർച്ചയായും ഈ മഹാമാരികളെ അതിജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? അതെ, മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം തന്നെയാണ് ഇതിന് കാരണം. ഇനിയെങ്കിലും നാം തിരിച്ചറിയണം, നമ്മൾ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ഓരോ ആഘാതങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന്. മനുഷ്യന് സ്വൈര്യ ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാകണമെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നത് മാത്രമാണ് പോംവഴി. അനിയന്ത്രിതമായ ഡാം നിർമ്മാണങ്ങൾ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ ഊർജം ആവശ്യങ്ങൾക്കാണ്. എന്നാൽ അത് പ്രകൃതിക്ക് ദോഷകരമല്ലേ? അതിനൊരു പോംവഴിയാണ് സൂര്യൻ. സൂര്യനാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്. എത്ര എടുത്താലും തീരാത്ത, അല്പം പോലും പരിസര മലിനീകരണം സൃഷ്ടിക്കാത്ത, പ്രകൃതിയെ തന്നെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ഊർജ സ്രോതസ്. സൗരോർജ ഉൽപ്പന്നങ്ങളായ സോളാർ ഇൻവെർട്ടർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ വാഹനങ്ങൾ എന്നിവ ഉപയോഗിച്ച് നമ്മുടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാനുള്ള ബാധ്യത നാം ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ നമുക്കിനി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം, ചെറുക്കാം മഹാമാരികളെ.